സുപ്രധാനമായൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. മേൽശാന്തി നിയമന തട്ടിപ്പ് വിജിലൻസ് സംഘം അന്വേഷിക്കും. ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിർണായകമായ നിർദ്ദേശമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റിനോട് ദേവസ്വം വിജിലൻസിനെ കുറിച്ച് അന്വേഷിക്കാനാണ് നിർദ്ദേശം. സർക്കാരിന് ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തുമെന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ്റെ വാക്ക്. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത്. ന്യൂസ് 18 മേൽശാന്തി നിയമനത്തിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ശബരിമലയിലെ ഇപ്പോഴുള്ള മേൽശാന്തി വേണ്ടത്ര ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡപ്രകാരമുള്ള യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയൊരു വ്യക്തിക്കാണ് നിരവധി വകുപ്പുകളുടെ ക്ലീൻ ചിറ്റ് ലഭിച്ചൊടുവിൽ ദേവസ്വം മേൽശാന്തിയായുള്ള നിയമനം ശബരിമലയിൽ കിട്ടിയത് എന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിന് പിന്നാലെ കൂടുതൽ ആളുകൾ തങ്ങൾക്കും പണം നൽകിയാൽ മേൽശാന്തിയാക്കാമെന്ന ഓഫർ ഉണ്ടായിരുന്നുവെന്നും പണം നൽകാത്തതിനാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇങ്ങനെ നിലപാടുകളെടുത്ത് കൂടുതൽ ആളുകൾ, കൂടുതൽ തെളിവുകൾ, പരാതികളൊക്കെ മുന്നോട്ട് വരികയാണ്. ഇതിനിടെ ഒടുവിലാണിപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ. സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനും അദ്ദേഹത്തിന് നേരിട്ട് ലഭിച്ച പരാതിയിലും ഇപ്പോൾ അന്വേഷണ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. മേൽശാന്തി നിയമന തട്ടിപ്പിൽ ക്രമക്കേടിൽ ഇതാ വിജിലൻസ് അന്വേഷണം. ഒപ്പം തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയിലും ഈ വിഷയമുണ്ട്. അങ്ങനെയെങ്കിൽ കോടതി നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങളും നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണിപ്പോൾ പുതിയ നീക്കം കൂടി ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ പരിശോധന ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ അത് ഒതുങ്ങുന്നില്ല. വിജിലൻസ് തന്നെ അന്വേഷിക്കുമെന്ന സാഹചര്യമാണ് ചേരുന്നത്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണല്ലോ. മന്ത്രിക്ക് നേരിട്ടും പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഗൗരവമായൊരു നീക്കമാണോ സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ നടത്താൻ പോകുന്നത്? തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയതാണ്. ഇന്നലെ അദ്ദേഹത്തിന് ഔദ്യോഗികമായി സംബന്ധിച്ച് കൊണ്ട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. അതിൽ എല്ലാത്തരം വിഷയങ്ങളുമുണ്ട്. ആദ്യം ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത അത് ഈ മേൽശാന്തി നിയമനത്തിന് ക്രമക്കേടാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങളും കൂടിയുണ്ട്. തന്ത്രി അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ തന്ത്രി അടക്കമുള്ളവർ ഈ നിയമനത്തിന് വേണ്ടി കോഴ ചോദിച്ചു എന്ന നേരത്തെ പട്ടിക ഉൾപ്പെട്ട ശാന്തിയുടെ വെളിപ്പെടുത്തൽ അടക്കമുണ്ട്. ഇത്തരം എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മേൽശാന്തി നിയമന രീതിയിൽ ആ പ്രക്രിയയിൽ മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം മന്ത്രിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം അടിയന്തര നടപടികൾ ഉണ്ടാകും, വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസാണ് ഇത്തരത്തിൽ ഈ മേൽശാന്തി നിയമനത്തിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയത്. ഈ 3 പൂജയുള്ള ക്ഷേത്രങ്ങൾ, ദിവസേന നിത്യപൂജ 3 എണ്ണമുള്ള ക്ഷേത്രങ്ങളിൽ ഉള്ള ശാന്തിമാരാകണം മേൽശാന്തി നിയമന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട, അവർക്ക് വേണം നിയമനം നൽകേണ്ട കാര്യമടക്കം തീരുമാനിച്ച നേരത്തെ ദേവസ്വം വിജിലൻസ് കൂടിയാണ്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്നതാണ്. അവരോടാണ് ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ കൊണ്ട് മാത്രം അന്വേഷണം ഒതുങ്ങാനിടയില്ല. ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നേക്കും. ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ദേവസ്വം മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകൾ. അത്രയധികം വിശ്വാസ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ശബരിമലയിൽ നേരത്തെയുള്ള ബോർഡുകൾ, അത് സർക്കാർ നിയോഗിച്ച രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് വലിയ തട്ടിപ്പ് നടത്തിയതിൻ്റെ വാർത്തകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പുറത്തു വന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തർ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണും. നേരത്തെ തന്നെ മേൽശാന്തിമാർക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നില്ല. പകരം തന്ത്രി അടക്കമുള്ളവർ കേസിൽ പ്രതിയായി. മേൽശാന്തി ഒക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്, ദൈവസങ്കല്പത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവർ കൂടി ഇത്തരത്തിൽ വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അയ്യപ്പനെ പൂജിക്കാനെത്തി എന്നുള്ളത് വിശ്വാസികൾക്ക് അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. അതിലാണ് ഇപ്പോൾ സർക്കാർ
സമഗ്ര അന്വേഷണത്തിന് വഴി തുറക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായി വേണം ദേവസ്വം മന്ത്രിയുടെ ഇപ്പോഴത്തെ ഇടപെടലുകളെ കാണാൻ. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഈ വിഷയത്തിൽ ദേവസ്വം പ്രസിഡന്റിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് അന്വേഷണം ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് തുടർ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നൽകുന്നത്. സജിത്ത്, അരുൺ, രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നിലവിലുള്ള മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിക്കെതിരെയാണ് ആരോപണം. അപ്പോൾ ഈ മേൽശാന്തിയെ പിരിച്ചുവിടുമോ മാറ്റുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ അവിടെ ചില ആചാരപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പുറപ്പെടാ ശാന്തിയായി അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരാളെ മാറ്റിയാൽ പുതിയ ഒരാളെ നിയമിക്കാനാകുമോ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിൽ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഒരുപക്ഷേ ഗൗരവമുള്ള കണ്ടെത്തലുകളാണെങ്കിൽ അതിലേക്ക് തന്നെ ദേവസ്വം ബോർഡ് കടക്കും എന്ന സൂചന തന്നെ മന്ത്രിയുടെ വാക്കുകളിലുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ അത്ര പെട്ടെന്ന് മേൽശാന്തിയെ മാറ്റാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരെ മാറ്റും പോലെ മേൽശാന്തിമാരെയും അതുപോലെ തന്ത്രിമാരെയും ഒന്നും മാറ്റാൻ ശബരിമലയിൽ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. 2 മാസത്തിനകം പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുവരെ ഇദ്ദേഹം തുടരാൻ തന്നെയാകും സാധ്യത. പക്ഷേ അന്വേഷണം ഉണ്ടാകും. ഈ ഒരുപക്ഷെ ക്രിമിനൽ കേസ് അടക്കം രജിസ്റ്റർ ചെയ്യേണ്ട കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചാണ് ശബരിമല മേൽശാന്തി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. ഇത് ഒരുപക്ഷെ ഇപ്പോഴുള്ള മേൽശാന്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല. അതുകൊണ്ടാണ് തന്ത്രി കുടുംബവും ഒക്കെ വലിയ ആശങ്കയോടുകൂടി ഇപ്പോൾ തന്നെ വാർത്തകളെ കേൾക്കുന്നുണ്ട്. അവർക്ക് ചില നിലപാടുകൾ പറയാൻ ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇന്ന് തന്ത്രി കുടുംബം തന്നെ ഈ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചേക്കാം, പോലീസ് മേധാവിയെ സമീപിച്ചേക്കാം. അത്ര ചില നീക്കങ്ങളും നടക്കുന്നുണ്ട്. തന്ത്രി കുടുംബത്തെ കൂടി നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. തന്ത്രിയും ഇതിൻ്റെ കൈക്കൂലി ചോദിച്ചു അല്ലെങ്കിൽ പണം ചോദിച്ചു എന്ന വെളിപ്പെടുത്തൽ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അവരും ഗൗരവത്തോടെ ഇതിനെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ മേൽശാന്തിയെ മാറ്റുന്ന അത് എളുപ്പമുള്ളൊരു പ്രക്രിയയല്ല. പക്ഷേ അയാൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൂടി വന്ന ശേഷം ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളിലേക്കും സർക്കാരിന് കടക്കേണ്ടതായി വരും. ശബരിമല ഇത്ര വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മേൽശാന്തി നിയമനത്തിൽ പോലും ക്രമക്കേട് ഉണ്ട് എന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്, അതീവ ഗൗരവമുള്ളതാണ്. അവിടെ നേരത്തെയൊക്കെ ഉദ്യോഗസ്ഥരെയും ദേവസ്വം സർക്കാർ നിയോഗിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളെയും ഒക്കെ പഴിചാരാമെങ്കിൽ ഇപ്പോൾ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന കരുതപ്പെടുന്ന ആളുകൾ കൂടി ഈ തട്ടിപ്പുകളുടെ ഭാഗമായി മാറുന്നു. ശബരിമലയെ എല്ലാത്തരം ആളുകളും അധികാര കേന്ദ്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും ഒക്കെ തട്ടിപ്പിൻ്റെ ഇടമാക്കി മാറ്റുന്നത് വിശ്വാസികൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ കർശനമായ നടപടി ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുടക്കം മാത്രമായി മാറും വിജിലൻസ് അന്വേഷണം. അതിന് തുടർച്ചയായി ശക്തമായ അന്വേഷണങ്ങളിലേക്ക് സർക്കാർ കടക്കാൻ തന്നെയാണ് സാധ്യത. അരുൺ, ഇതിൻ്റെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇത് മുൻ സർക്കാരിൻ്റെ കാലത്താണ്, അന്നത്തെ ദേവസ്വം ബോർഡാണ്. സ്വാഭാവികമായും രാഷ്ട്രീയപരമായി മുൻ സർക്കാരിനാണ് ഉത്തരവാദിത്തം എന്ന ന്യായമൊക്കെ കണ്ടെത്താനും കഴിയും. അപ്പോൾ നേരത്തെ തന്നെ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ മുൻ സർക്കാരിന് മേൽ വലിയ പ്രതിസ്ഥാനത്തുണ്ട്, വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുന്നു, അന്വേഷണം നേരിടുന്നു. ഇതിനിടയിലാണ് ഈ ആക്ഷേപം കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണ്. അതുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനോ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ വിഷയത്തിലില്ലേ? തീർച്ചയായിട്ടും സാങ്കേതികമായി സർക്കാരിന് പറഞ്ഞു നിൽക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം വരെയുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണം ഉയർന്നു വന്നത്. ഇപ്പോഴത്തെ മേൽശാന്തി നിയമനം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന, കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് നടന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു തടസ്സവും ഉണ്ടാകില്ല. പക്ഷേ ഈ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ അത് എവിടം വരെ എത്തും, അതിൻ്റെ വേരുകൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലേക്ക് പോകുമെന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. ഇത് ആദ്യമായാകില്ല ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു മേൽശാന്തി ഇത്തരത്തിൽ നിയമനത്തിൽ ക്രമക്കേട് നടത്താൻ തയ്യാറായത് അല്ലെങ്കിൽ അതിന് ധൈര്യം കാട്ടിയത്. ഒരുപക്ഷെ മുൻകാലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിച്ചതുപോലെ മുൻകാലങ്ങളിലേക്കും ഇതിൻ്റെ സത്യം തേടി അന്വേഷണം പോകേണ്ടി വരും. അത് സ്വാഭാവികമായും ആരെയൊക്കെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോലും ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണമാണ് ഇന്നലെ ഈ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ ഒരു പൂജാരി, ഒരു ശാന്തി മുന്നോട്ട് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിയമനങ്ങളുടെ ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ വരിക, അത്തരം കാര്യങ്ങൾക്ക് അന്വേഷണം പോകും. ഇതാദ്യമായാണോ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് മേൽശാന്തിയായി ശബരിമലയിൽ എത്തിയിട്ടുള്ളതെന്ന കാര്യത്തിൽ പരിശോധന വേണ്ടതാണ്. വലിയ രീതിയിൽ സാമ്പത്തികമായി ഒരു ജീവിതം, ഒരു
ഒരാളുടെ ജീവിതം മാറി മറിയുന്ന ഒരു പദവിയാണ് ശബരിമല മേൽശാന്തി എന്നുള്ളത്. അത് ശബരിമലയിൽ ലഭിക്കുന്ന പൂജകൾക്കപ്പുറത്തേക്ക് പിന്നീട് അവർക്ക് ലഭിക്കുന്ന ഒരു ആധ്യാത്മിക രംഗത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് ലഭിക്കുന്ന പൂജകളുണ്ട്. നാട്ടിലും വിദേശത്തുമൊക്കെ അവർക്ക് വലിയ പൂജകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് സാമ്പത്തികമായതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് എത്താൻ വലിയ മത്സരമുള്ളതും. ഒരു അയ്യപ്പനെ പൂജിക്കുക എന്നത് വിശ്വാസപരമായ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകില്ല ഒരു പക്ഷേ എല്ലാ ആളുകളും ഇതിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ കിടമത്സരമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേതൊക്കെ കാലങ്ങളിൽ എന്തൊക്കെ നടന്നിട്ടുള്ള കാര്യത്തിൽ കൂടി അന്വേഷണം വേണം. സ്വാഭാവികമായും ദേവസ്വം വിജിലൻസിൻ്റെ ഒരു അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമാകില്ല ഇത്. ആദ്യഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് തുടർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആരെയൊക്കെ ഇത് ചോദ്യം ചെയ്യേണ്ടി വരും, ഏതൊക്കെ കാലത്തെ ഇടപാടുകളിലേക്ക് അന്വേഷണം പോകുമെന്നുള്ളത് ഒരുപക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ വിശ്വാസികൾക്കിടയിൽ വലിയ ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമായി ഇത് മാറിയാലും അത്ഭുതപ്പെടാനില്ല. സജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം.